ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷമാം കൊണ്ടുള്ളൊരു ജ്യൂസാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പി കൂടിയാണിത്. ഷമാം നമ്മുടെ ഹാർട്ടിനും ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ തന്നെ കാഴ്ചശക്തിക്കൊക്കെ വളരെയധികം നല്ലതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഈ ഒരു ഷമാം നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഷമാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ 2 ഷമാം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത്. വേറെ ഒരെണ്ണത്തിൽ ഏതോ പ്രാണി കയറിയിട്ട് അതങ്ങനെ ചീത്തയായി പോയി. അപ്പോൾ നമ്മൾ കിട്ടിയ ഒരു ഷമാം വെച്ചിട്ടാണ് ജ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി ഷമാം മേടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെ സീഡ് എടുത്തു വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് തണലത്ത് വെച്ച് ഒരു 2-3 ദിവസം ഉണക്കിയിട്ട് പിന്നീട് ആ ഒരു വിത്ത് പാകിയിട്ടാണ് നമുക്ക് ഈ ഒരു ഷമാം ചെടി ഉണ്ടായതും അതിൽ ഈ ഒരു ഷമാം ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്ര വലിയ സൈസുള്ള ഷമാമൊന്നും അല്ല. വിത്തിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഷമാമ കൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് കിട്ടി കേട്ടോ. പിന്നെ ജ്യൂസിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഷമാമ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. വീണ്ടും ഷമാമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സീഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സീഡ് നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് പാകി ചെടിയാക്കി മുളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു ഫ്രൂട്ട് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് പഴുത്ത ഷമാമാണ്. പച്ച എടുക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെ നല്ല പഴുത്ത ഷമാം എടുക്കുന്നതാണ്, അപ്പോഴാണ് കൂടുതൽ രുചി ഉണ്ടാവുക. ഇനി നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് കസകസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസകസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാകും. നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷമാമും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും പിന്നെ ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡിയായി. നമ്മളത് സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സും ആവശ്യത്തിനുള്ള കസകസും പിന്നെ നമ്മൾ അടിച്ചെടുത്ത ജ്യൂസും കൂടെ ഒഴിച്ച് ടോപ്പിങ്സിലായിട്ട് കുറച്ച് ക്യൂബ്സായി കട്ട് ചെയ്ത ഷമാമും പിന്നെ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളിതിന് മുമ്പിട്ട വീഡിയോസിനൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതലായും പച്ചക്കറിയുടെയും അതുപോലെ തന്നെ പാചകത്തിൻ്റെയും വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്